അങ്ങനെ ഓടിയവരെയൊക്കെ റസൂലുള്ളാഹി പിടിച്ചവിടെ ഇരുത്തിയിട്ടവരോട് വളരെ വളരെ കർക്കശമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ റസൂലുള്ളാഹി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചരിത്രങ്ങളും ഹദീസുകളും നമ്മുടെ മുമ്പിൽ സുവ്യക്തമായി കിടക്കുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സഹാബത്തിനോട് തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ. സ്വഹാബത്തെ, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും നോമ്പുകാരായ എന്റെ മുമ്പിലുണ്ടോ? ആരെങ്കിലും ഇന്ന് നോമ്പ് പിടിച്ചുകൊണ്ട് എന്റെ മുമ്പിലെത്തിയിട്ടുണ്ടോ? ചോദിക്കുന്നത് എപ്പോഴാണ്? ളുഹറിനല്ല, ചോദിക്കുന്നത് അസറിനല്ല, മഗ്രിബിനല്ല. സഹാബത്തിനോട് റസൂലുള്ളാഹി ചോദിക്കുന്നത് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണ്. ആ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സഹാബത്തിനോട് ആദരവായ പ്രവാചകന് ചോദിക്കുകയാണ്, സഹാബത്തെ, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും നോമ്പുകാരായ എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ സഹാബാക്കള് പറയുകയാണ്, മഹാനായ ഉമർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്, ത്വൽഹത്തുണ്ട്, സഈദുണ്ട്, എല്ലാ സഹാബത്തും നിലനിൽക്കുമ്പോ ആദരവായ പ്രവാചകനോട് പറയുന്നു, നബിയേ, ഇന്നലെ പാതിരാത്രി കിടന്നുറങ്ങുമ്പോ ഞങ്ങള് നോമ്പിനെ പറ്റി ഒന്നും ചിന്തിച്ചിരുന്നില്ല, ഞങ്ങള് നോമ്പ് പിടിക്കുന്നതിനെ പറ്റി ആലോചിച്ചിരുന്നില്ല നബിയേ. അതുകൊണ്ട് ഇന്ന് നേരം വെളുത്തപ്പോ ഞങ്ങള് നോമ്പുകാരല്ല, ഞങ്ങള് നോമ്പിന് നീയത്ത് വെച്ചിട്ടില്ല നബിയേ. ഞങ്ങൾക്ക് ഇന്ന് ആർക്കും തന്നെ നോമ്പില്ല എന്ന് പറയുമ്പോ ആ കൂട്ടത്തിൽ നിന്ന് ഒരാള് ചാടിയേൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിയുടെ മുമ്പിലോട്ട് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അനയാ റസൂലല്ലാഹ്, ഇന്നെനിക്ക് നോമ്പുണ്ട് നബിയേ, ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ടാ കടന്നു വന്നത്. എല്ലാവരും ആ വ്യക്തിയിലേക്ക് നോക്കുമ്പോ അവിടെ ഒരുമിച്ച് കൂടിയ ഒരേ ഒരു സഹാബിയാണ് നോമ്പുകാരനായി വന്നത്. റമളാനിന്റെ കഥയല്ല പെങ്ങളെ പറയുന്നത്, റമളാൻ മാസത്തിന്റെ അനുഗ്രഹീതമായ പകലിന്റെ നോമ്പിന്റെ വിഷയമല്ല പറയുന്നത്. റമളാനല്ലാത്ത മാസത്തിന്റെ ഏതോ ഒരു പ്രഭാതത്തിൽ സഹാബത്തിനോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഇന്നാരാണ് നോമ്പുകാരനായ എന്റെ മുമ്പിലെത്തിയതെന്ന് ചോദിക്കുമ്പോ ആ സദസ്സിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് കൊണ്ട് പറയുകയാണ്, അനയാ റസൂലല്ലാഹ്, ഇന്ന് എനിക്ക് നോമ്പുണ്ട് നബിയേ, നോമ്പുകാരനായിട്ടാണ് ഞാൻ ഈ പള്ളിയിൽ വന്നത്. ആ സമയത്ത് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അബൂബക്കറിനെ പരാജയപ്പെടുത്താൻ ഒരു വിഷയത്തിലും അബൂബക്കറിനെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരാൾക്ക് സാധിച്ചിട്ടില്ല അബൂബക്കറിനെ പരാജയപ്പെടുത്താൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിട്ട് മുത്തുനബിയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നോമ്പുകാരനായി റസൂലുള്ളാഹിന്റെ മുന്നിൽ സുബഹി നിസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി ചോദിക്കുന്നതാണ്. നമ്മളാണെങ്കിലോ റമളാൻ മാസത്തില്, ഈ കഴിഞ്ഞ റമളാൻ മാസത്തിൽ എനിക്ക് വേദന തോന്നിയ ഒരു സംഭവമുണ്ട്. തിരുവനന്തപുരത്ത് ഞാൻ ജോലി നോക്കുന്ന മഹലിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും തെക്കുഭാഗത്തൊരു പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ റമളാൻ മാസത്തിൽ നിന്ന് കാണാൻ വേണ്ടി വന്നു. അങ്ങനെ കാണാൻ വരുമ്പോൾ ഉണ്ടായ സംഭവം എന്താണ്? കായംകുളം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അതിന് തൊട്ട് ആ മാസത്തിന് റമളാൻ മാസം കഴിഞ്ഞ ഉടനെ അതേ നാട്ടിലൊരു പ്രസംഗം വന്നപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളിൽപ്പെട്ട ഏതോ ഒരു സഹോദരിയെ ഞാൻ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? റമളാൻ മാസത്തിന്റെ പട്ടാപ്പകല് ഈ കായംകുളം എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ ഇറങ്ങുമ്പോൾ വാഹനത്തിൽ വരുന്ന സമയത്ത് ഒരു പർദ്ദ ധരിച്ച ഒരു സഹോദരി അവരുടെ മകളും നല്ല മഫ്തയൊക്കെ ധരിച്ച് പരിപൂർണമായി ഇസ്ലാമിന്റെ വേഷവിധാനത്തോട് കൂടിയിട്ട് പരസ്യമായിട്ട് ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് പപ്സും ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. റമളാനിന്റെ പകലിൽ സ്ത്രീകൾക്ക് അല്ലാഹു ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് അവരുടേതായ ദൗർബല്യങ്ങളുണ്ട്. ആ സമയങ്ങളിൽ നോമ്പവർക്ക് പിടിക്കൽ നിഷിദ്ധമാണ്. പക്ഷെ അത് പരസ്യമായിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ല. റമളാൻ മാസത്തിൽ ആരോഗ്യമുള്ള എത്രയോ പേരെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോമ്പ് ഉപേക്ഷിക്കുന്നുണ്ട്. എന്റെ സഹോദരിമാരിൽ പലരും അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് ആഹാരം വെച്ചു കൊടുക്കേണ്ട ഗതികേട് ഇന്ന് എത്രയോ സഹോദരിമാർക്ക് സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, ഈ 4 വിഷയം, ഇതിന്റെ ക്ലൈമാക്സ് ഏറ്റവും ഒടുവിലാണ്. സീരിയൽ പോലെ ഏറ്റവും ഒടുവിലാണ്. 11:15 മണി കഴിയുമ്പോഴേ ഇതിന്റെ ക്ലൈമാക്സ് നിങ്ങൾക്ക് കിട്ടൂ. അതുവരെയും നിങ്ങൾ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചോളെ. ഒന്നാമതായി റസൂൽ ചോദിച്ചു, ഇന്ന് ആരെങ്കിലും നോമ്പുകാരായിട്ട് എന്റെ മുമ്പിലുണ്ടോ? നമുക്കാണെങ്കിലോ ഏതെങ്കിലും ഫംഗ്ഷന് പോയാൽ നമ്മൾ ചിന്തിക്കുന്ന അതാണ്. ഈ ഫംഗ്ഷന് പോകുന്ന സമയത്ത് നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ട് പോയാൽ നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും, പ്രത്യേകിച്ച് തലശ്ശേരിയും അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെയാണ് നല്ല ഫുഡ് ഉള്ളത്. നമ്മുടെ ഇക്ബാൽ സാഹിബൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് ഫുഡ് ഹോട്ടൽ നടത്തുകയാണ്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുമ്പോൾ നോമ്പുകാരനായിട്ട് ഞാൻ അവന്റെ വീട്ടിൽ ചെന്നാൽ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നഷ്ടമാകുമേ. അത് മനസ്സിലാക്കിയിട്ട് നോമ്പ് ഉപേക്ഷിക്കുന്ന റമദാൻ മാസത്തിന്റെ കഥയല്ല. എത്ര നല്ല മനോഹരമായ ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഒരു വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ നോമ്പുകാരനാണ് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് പോവാൻ. ആ സമയത്ത് ഇപ്പൊ ഷിഹാബ് സാഹിബിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നു. അപ്പൊ ഞാൻ വന്നത് 6 മണിക്കാൻ എന്ന് കരുതിക്കോ. മഗ്‌രിബിന് ബാങ്ക് കൊടുക്കാൻ ഇനി 3/4 മണിക്കൂർ അവശേഷിക്കുന്നുണ്ട്. ഞാൻ 6 മണിക്ക് വന്ന് എനിക്ക് ഉടൻ തന്നെ അവിടെ നിന്ന് പോകുകയും വേണം. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാതെ പോകുന്നതിലൊട്ടും താല്പര്യമില്ല. ഞാൻ ഭക്ഷണം കഴിക്കാതെ പോയാൽ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും. ഞാനാണെങ്കിലും 6 മണിക്ക് തന്നെ കണ്ടിട്ട് എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. 6:45 ബാങ്കെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സുന്നത്ത് നോമ്പാണെങ്കിലും നോമ്പ് മുറിക്കണം. അവിടെ നോമ്പ് മുറിച്ച് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ 2 കൂലി അള്ളാഹുവിന്റെ റസൂല് നമുക്ക് ഓഫർ ചെയ്യുന്നു. ഒന്ന് നോമ്പ് പിടിച്ചതിന്റെ കൂലി, മറ്റൊന്ന് ഒരു സഹോദരന്റെ വിളിക്കുത്തരം കൊടുത്തിട്ട് അവനെ സന്തോഷപ്പെടുത്തിയതിന്റെ കൂലി. അതല്ല ഞാൻ നോമ്പ് പിടിച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കൂലിയേ ഉള്ളൂ. മറിച്ച് ഒരു സഹോദരനെ ബുദ്ധിമുട്ടിച്ച അല്ലെങ്കിൽ വേദനിപ്പിച്ചതിന്റെ ശിക്ഷ കിട്ടില്ലെങ്കിലും അത് നമ്മുടെ മനസ്സിലൊരു മനസ്സാക്ഷി കുത്തുപോലെ കിടക്കുകയാണ്. കാര്യം ശരിയാണ്. പക്ഷേ ഞാനും നിങ്ങളും ഒരു സദസ്സിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ആ സദസ്സിലുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നീ നോമ്പുകാരനായ പ്രവാചകനെ പഠിപ്പിച്ചതെന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും വിഭവസമൃദ്ധമായ ഭക്ഷണമല്ലെങ്കിൽ പോലും അവരുടെ അന്നം, അവരുടെ പള്ള നിറയ്ക്കാനുള്ള ഭക്ഷണം നിർത്തി വെച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈത്തപ്പഴമാകാ, റൊട്ടിയാകാ, ചിലപ്പോൾ ആട്ടിറച്ചിയാകാ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ സഹാബത്തും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ശ്രദ്ധയോടെ കേൾക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ വീട്ടിനകത്തോട്ട് കടന്നു ചെല്ലുമ്പോ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിങ്കൾ ദിവസം നോമ്പ് പിടിക്കുന്ന ഉമ്മ, വേഴ ദിവസത്തിൽ നോമ്പ് പിടിക്കുന്ന ഉമ്മ, ഒരു തിങ്കളും വേടനും വിടാതെ നോമ്പ് പിടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, ഇന്ന് ഇബാദത്തിന്റെ വിഷയത്തിൽ ഈ സമുദായം പിന്നിലല്ല. നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാനും നമസ്കാരം നിർവഹിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും അതുപോലെ നോമ്പ് പിടിക്കാനും ഹജ്ജിന് പോകാനും ഉംറ നിർവഹിക്കാനും അല്ലാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കാനും ഈ സമുദായം ഇന്ന് ആവേശത്തോടെ മുന്നിലോട്ട് കടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇന്ന് ചെറുപ്പക്കാരെ മൊബൈലുകളിൽ നിന്ന് മോശമായ ചിത്രങ്ങൾ മാറിയിരിക്കുകയാണ്. അവരുടെ മൊബൈലുകളിൽ നിന്ന് മോശപ്പെട്ട വീഡിയോകൾ മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനുമായി ബന്ധമുള്ള ചെറുപ്പക്കാരെ കടന്നു വരികയാ. ഇന്ന് പെൺകുട്ടികൾക്ക് ദീനുണ്ട്, അൽഹംദുലില്ലാഹ്. പിതാക്കന്മാർക്ക് ദീനുണ്ട്. പള്ളികൾ എത്ര വെച്ചാലും പള്ളികളിൽ യാതൊരു നമസ്കാരത്തിന് ആളുകൾക്ക് കുറവില്ല. ഒരു പള്ളിയിലെ ബാങ്ക് കേട്ട് തീരുന്നതിനും അടുത്ത പള്ളിയിലെ ബാങ്ക് കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനോഹരമായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ നിന്നുള്ള ബാങ്ക് നാദം മുഴങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിൽ ഒരിക്കൽ പോലും ഇബാദത്തിന്റെ വിഷയത്തിൽ ആളുകൾ പിന്നിലല്ല. ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പറയുകയാണ്, ഒരു വീട്ടിലോട്ട് നീ കടന്നു ചെല്ലുന്ന സമയത്ത് നീ നോമ്പുകാരനാണ്. ആ നോമ്പുകാരനായിട്ട് നീ മറ്റൊരാളുടെ വീട്ടിനകത്തോട്ട് കടന്നു ചെല്ലുമ്പോ ആ വീട്ടിലുള്ളവരെല്ലാം വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ സംഭവിച്ചതും മറ്റൊന്നല്ല, പൊന്നാര റസൂലും സഹാബത്തും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കയറി വന്നത്. സ്വർഗ്ഗത്തിന്റെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ബിലാൽ മഹാനായ പ്രവാചകനെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ബംഗളയിൽ പ്രസംഗിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുഡാനികളിൽ 3 പേര് സ്വർഗ്ഗത്തിന്റെ നേതൃസ്ഥാനത്താണ്. സ്വർഗ്ഗത്തിന്റെ സുന്ദരമായ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന 3 കറുത്ത വർഗ്ഗക്കാരില് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി ഭക്ഷണം കഴിക്കുകയാ. സഹാബത്ത് അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് സുപ്രയിലാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി വിളിക്കുന്ന ബിലാൽ, അത്അമ 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 ബിലാൽ,
ബിലാലെ വന്ന് ഭക്ഷണം കഴിക്ക്. ഓടി വന്ന് സുപ്രയിലൊന്ന് കൂട് ബിലാലെ. സന്തോഷമല്ലേ, റാഹത്തല്ലേ, ബറക്കത്തല്ലേ? ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ നബിയേ, ഇന്നി സോയിമു യാ റസൂലല്ലാഹ്, ഞാനെന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചിരിക്കുകയാണ്, എനിക്കും നോമ്പുണ്ട് നബിയേ, ഞാൻ കഴിക്കുന്നില്ല, ഞാൻ കഴിക്കുന്നില്ല, നോമ്പുകാരനാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വിവരണമായി സന്തോഷത്തിന്റെ കണ്ണുനീർ തുള്ളികൾ ചാലിട്ടെഴുകുകയാണ്. സഹാബത്തിനോട് റസൂലുള്ള പറയുകയാണ്, സഹാബാ നഖുലു അർസാഖനാ വരിസ്ഖു ബിലാലിൻ ഫിൽ ജന്നാ, ഞാനും നിങ്ങളും നമ്മുടെ ഭക്ഷണമാണ് കഴിക്കുന്നത്, നമ്മുടെ ഭാര്യമാരുണ്ടാക്കിയ ഭക്ഷണമാണ് കഴിച്ചത്, നമ്മുടെ അധ്വാനത്തിൽ നിന്നുണ്ടാക്കിയ റൊട്ടിയാ ഞാനും നിങ്ങളും കഴിക്കുന്നത്. പക്ഷേ ബിലാലിന്റെ ഭക്ഷണം എവിടെ ചെന്നറിയോ? ബിലാൽ ഈ സുപ്രയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, നോമ്പുകാരനാണ്. പക്ഷേ ബിലാല് ഭക്ഷണം അല്ലാഹു കൊടുക്കുന്ന സ്വർഗത്തിൽ നിന്നാണ്, ബിലാല് ഭക്ഷണം കഴിക്കുന്ന സ്വർഗത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന സ്വായിമൈദ കാന ഇൻദ ഖൗമിനി യഖുലൂൻ, നോമ്പുകാരൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സരസിലോട്ട് കടന്നു വന്ന, കല്യാണത്തിന് ക്ഷണമുണ്ടായി പോകുന്ന ചെറുപ്പക്കാരാ, ആതിഥേയനായ സഹോദരന് നീ ഭക്ഷണം കഴിക്കാതെ പോകുന്നതിൽ വൈമനസ്യമൊന്നുമില്ല, അവന് നിന്നോട് വെറുപ്പൊന്നുമില്ലാത്ത പക്ഷത്തില് നീ കടന്നു ചെല്ലുമ്പോ എല്ലാവരും ടൈമേശയിലാണ്, ഡൈനിങ് ടേബിളിലാണ് ഇരിക്കുന്നതെങ്കിൽ നിന്റെ മുമ്പിൽ കൊണ്ടുവച്ച വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ടിട്ട് ഇല്ല ഞാനിന്ന് നോമ്പ് പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അല്ലാഹുവേ തലേ ദിവസത്തിന്റെ രാത്രിയിൽ നീയത്തെടുത്തതിന്റെ നോമ്പിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാതോട്ടിരിക്കുമ്പോ പൊന്നുമോനെ റസൂലുള്ള പറയുകയാണ്, തുസബ്ബിഹു അളാഉഹു, വിഭവസമൃദ്ധമായ ഭക്ഷണം നിരത്തി വെച്ചിരിക്കുമ്പോൾ നോമ്പുകാരനായി കടന്നു വന്നിട്ട് ആ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കാത്ത സഹോദരാ, നിന്റെ കൈകാലുകൾ നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാ, നിന്റെ കണ്ണും നാവും മൂക്കും നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങള് നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാണ്, നിന്റെ കണ്ണുകളെല്ലാം നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാ, നിന്റെ നാവ് തസ്ബീഹ് ചൊല്ലുകയാ, നിന്റെ കൈകാലുകൾ തസ്ബീഹ് ചൊല്ലുകയാ. എന്നിട്ട് റസൂലുള്ള പറയുന്നു, തുസല്ലി അലൈഹിൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാര് നിനക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുകയാ, അവര് നിനക്ക് വേണ്ടി പാപം പൊറുക്കലിനെ ചോദിക്കുകയാണ്. ഏതുവരെയും അറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മാദാവ ഫീ മജ്ലിസിഹി, ആ ഭക്ഷണം ഇരിക്കുന്ന മജ്ലിസിൽ നീ ഇരിക്കുന്നിടത്തോളം നിനക്ക് അല്ലാഹുവിന്റെ മലക്കുകള് പാപം പൊറുക്കലിനെ ചോദിക്കുകയാണ്. നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ, ഓരോ വിരലുകള് നിനക്ക് വേണ്ടിയിട്ട് പാപം പൊറുക്കലിനെ ചോദിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസത്തിൽ മാത്രമല്ല ഈ സമുദായം ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മൾ പഠിക്കാനുള്ള വിഷയങ്ങൾ കുറച്ച് ബാക്കിയുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ അത് തീരെ കുറവാണെന്ന് കരുതണ്ട. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ കൂട്ടത്തിൽ നമസ്കാരത്തിന്റെയും മറ്റുള്ള വിഷയങ്ങൾ അറിയാത്ത വിഭാഗമുണ്ട്. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസരങ്ങൾ അല്ലാഹു ഒരുപാട് തന്നിട്ടുണ്ട്. പണ്ഡിതന്മാർക്ക് കുറവില്ല, സയ്യിദുമാർക്ക് കുറവില്ല, ഒന്നിനും ഒരു കുറവില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാടുകളിൽ സയ്യിദുമാർക്ക് കുറവില്ല, പണ്ഡിതന്മാർക്ക് കുറവില്ല, സൂഫിയാക്കൾക്ക് കുറവില്ല, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾക്ക് കുറവില്ല. നമുക്ക് എങ്ങും പോകണ്ട, നമുക്ക് ചോദിച്ചു പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അല്ലാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പുകാരനായിട്ടൊരു വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ആ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നീ കടന്നു ചെല്ലുന്നതെങ്കിൽ ആ ആതിഥേയനായ സഹോദരന് നീ നോമ്പ് തുറക്കാതിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വൈമനസ്യമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എങ്കിൽ നീ മുറിക്കണ്ട. അങ്ങനെ മുറിക്കാതിരുന്നാൽ ഓരോ അവയവങ്ങളും നിനക്ക് വേണ്ടി പാപം പൊറുക്കലിനെ ചോദിക്കുകയാണ് ആ സദസ് ഇരിക്കുന്നിടത്തോളം കാലം. മാത്രമല്ല അല്ലാഹുവിന്റെ മാലാഖമാര് നിനക്ക് വേണ്ടി പാപം പൊറുക്കലിനെ ചോദിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ആദരവായ പ്രവാചകന് പറയുകയാണ്, ഒരു മനുഷ്യന് നേരം വെളുക്കുമ്പോ നോമ്പുകാരനായ എന്റെ മുമ്പിൽ വരുന്ന ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന് കരുതി എല്ലാ ദിവസവും നോമ്പ് പിടിക്കണമെന്നല്ല, എല്ലാ ദിവസവും നിങ്ങൾ നോമ്പ് പിടിച്ചിട്ട് ശരീരത്തെ നിങ്ങളെ ക്ഷയിപ്പിക്കണമെന്നല്ല. എന്തുകൊണ്ടെന്നറിയോ? ആയിഷ ബീവിയുടെ മുമ്പിൽ സഹാബത്ത് കടന്നു വരികയാ. പുണ്യപ്രവാചകനില്ലാത്ത ദിവസം നോക്കിയിട്ട് സഹാബത്ത് ഓടി വരികയാണ്. ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ആയിഷ ബീവിയേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇബാദത്ത് എങ്ങനെയാണ്? പുണ്യപ്രവാചകന്റെ ആരാധനയുടെ ക്രമമെന്ന് പറയുമോ? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ റസൂലുള്ളാഹിന്റെ ഇബാദത്തിന്റെ വിശദീകരണം കൊടുക്കുമ്പോ ആ സമയത്താണ് കടന്നു വന്ന സഹാബാക്കൾ ഒരു വിഭാഗം പറയുകയാണ്, എന്തോരു മഹാത്മ്യമാ, എന്തോരു മഹത്വമാ, എന്തോരു പവറാ, എന്തോരു പ്രത്യേകതയാ. അല്ലാഹുവിന്റെ റസൂൽ എത്രത്തോളം ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ് പടച്ചവനെ? ഒരാൾ പറഞ്ഞു, ഞാനിനി നോമ്പ് പിടിക്കുന്നു എല്ലാ ദിവസവും, ഒരു ദിവസം പോലും ഞാൻ നോമ്പ് പിടില്ല, എല്ലാ ദിവസവും ഞാൻ നോമ്പുകാരനായിരിക്കും, ഒരൊറ്റ ദിവസം പോലും ഞാൻ നോമ്പ് വിടൂല. മുഴുവൻ ആയുസ് തനിക്ക് തീരുന്നതുവരെ, തന്റെ ആയുസ് ആത്മാവ് ശരീരത്തോട് വിട പറയുന്നതുവരെ തനിക്ക് നോമ്പായിരിക്കുമെന്ന് ഒരു സഹാബി പറഞ്ഞു. രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാൻ ഇനി എന്റെ ഭാര്യമാരുടെ അടുക്കലേ പോകുന്ന പ്രശ്നമില്ല, ആ സമയത്ത് കൂടി ഞാൻ ഇബാദത്ത് എടുക്കാൻ പോവാണ്. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ ഇനി കിടക്കുന്ന പ്രശ്നമില്ല, ഉറങ്ങുന്ന പ്രശ്നമില്ല, പാതിരാത്രി മുഴുവനും ഞാൻ ഇനി ആരാധനയിലായിരിക്കും. ഇത് കേട്ടുകൊണ്ട് റസൂലുള്ളാഹി കടന്നു വരികയാണ്. നമ്മൾ ഇങ്ങനെ വേണോ പ്രിയപ്പെട്ടവരെ? ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്, നമുക്കറിയുമല്ലോ, എന്താണ് ദമ്മാജ് സലഫികൾ. ഞാൻ ആ വിഷയത്തെ പറ്റി പ്രസംഗിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനകൾ ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് ശരീരത്തിന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ നോക്കി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കടന്നു വന്നിട്ട് പറഞ്ഞു, മാ ബാലു അഖ്വാം, ഇവർക്ക് എന്തു പറ്റി? ചിലര് പറയുന്നു, ഞങ്ങൾ ഇനി ഞങ്ങളുടെ ഭാര്യമാരടുത്തേ പോകുന്ന പ്രശ്നമില്ല, ആ സമയം കൊണ്ട് ഞങ്ങൾ ഖുർആൻ ഓതും. ചിലര് പറയുന്നു, ഞങ്ങൾക്ക് ഇനി എല്ലാ ദിവസവും ഫുൾ ടൈം നോമ്പാണ്, ഞങ്ങൾ നോമ്പ് തുറക്കുന്ന പ്രശ്നമില്ല. ചിലർ പറഞ്ഞു, ഞങ്ങൾ ഇനി ഉറങ്ങുന്ന പ്രശ്നമില്ല. നബി പറഞ്ഞു, ഞാനാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നയാള്. ഞാൻ രാത്രി ഉറങ്ങും, ഞാൻ എഴുന്നേറ്റിരുന്ന് ഇബാദത്ത് എടുക്കും, ഞാൻ നോമ്പ് പിടിക്കും, ഇടയ്ക്ക് നോമ്പ് വിടും. എനിക്ക് ഭാര്യമാരുണ്ട്, ഞാൻ ആരാധനകളിൽ കുറവ് വരുത്തുന്നില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ നടുവിൽ നിന്നിട്ടാണ് അവൻ സൂഫിയാകേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് പോയിരുന്നിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ അല്ല ഒരു മനുഷ്യൻ ആരാധനകൾ ചെയ്യേണ്ടത്. ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട്, ആളുകളുടെ നടുവിൽ നിന്നുകൊണ്ട് പരസ്പരമുള്ള ബാധ്യതകളെ നിറവേറ്റിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തപ്പെടുക. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആകണം, അല്ലാതെ എല്ലാം വെച്ച് കെട്ടിയിട്ട് ഓടലല്ല. അതുകൊണ്ടാണല്ലോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി തങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഇത് കേൾക്കുമ്പോ എല്ലാ ദിവസവും നോമ്പ് പിടിച്ചേക്കാം, ഞാൻ ഇനി തീരുമാനിച്ചു കഴിഞ്ഞു, മരിക്കുന്നത് വരെ ഞാൻ എല്ലാ ദിവസവും നോമ്പ് പിടിക്കാം. അങ്ങനെ ഒരു തീരുമാനം ആരും എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്ത ഒരു തീരുമാനമെടുത്ത ഒരു സഹാബി ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ മുമ്പിൽ കടന്നു വന്നു. നബി ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു അംറേ, നീ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുകയാണല്ലേ? അതേ നബിയെ. നീ രാത്രി മുഴുവനും നിസ്കാരമാണല്ലേ? അതേ റസൂലേ, ഞാൻ പാതിരാത്രി ഉറങ്ങാറില്ല, ഞാനൊരു ദിവസം പോലും നോമ്പ് ഉപേക്ഷിക്കാറില്ല, ഞാൻ എപ്പോഴും നോമ്പാണ്, രാത്രി എനിക്ക് ഉറക്കമില്ല, ഇബാദത്താണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫലാ തഫഅൽ, നീ അങ്ങനെ ചെയ്യല്ലേ അബ്ദുല്ലാഹി ഇബ്നു അംർ, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ നോമ്പ് പിടിക്കുക, ഇടയ്ക്കൊക്കെ നോമ്പ് വിടുക, അതുപോലെ കുംവനം, നീ ഉറങ്ങുക, നീ എഴുന്നേറ്റ് നമസ്കരിക്കുക, എപ്പോഴും കിടന്നുറങ്ങാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുക, നീ അങ്ങനെ നിസ്കാരത്തോടെ രാത്രി കഴിച്ചു കൂട്ടാൻ പാടില്ല, ഉറങ്ങണം. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഫൈനലി ജസദിക അലൈക ഹഖാ വൈനലി ഐനിക അലൈക ഹഖാ വൈനലി സൗജിക അലൈക ഹഖാ വൈനലി സൗരിക അലൈക ഹഖാ.
റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നിന്റെ ശരീരത്തോട് നിനക്കൊരു ബാധ്യതയുണ്ട് മോനെ. നിന്റെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കാനല്ല, നിന്റെ ശരീരത്തോട് നിനക്കൊരു ബാധ്യതയുണ്ട്. അതുപോലെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊരു ബാധ്യത നിനക്കുണ്ട്. നിന്റെ കണ്ണുകളോട് നിനക്കൊരു ബാധ്യതയുണ്ട്. നിന്നെ സന്ദർശിക്കാൻ വരുന്ന വിസിറ്റേഴ്സിനോടൊരു ബാധ്യത നിനക്കുണ്ട്. അതുകൊണ്ട് നീ എന്താണ് വേണ്ടത്? നീ നോമ്പ് പിടിക്കേണ്ടത് 3 ദിവസമാണ്. മാസത്തിൽ 3 ദിവസം നീ നോമ്പ് പിടിച്ചു കഴിഞ്ഞാ, ഒരു മാസത്തിലെ 3 ദിവസം നീ നോമ്പ് പിടിച്ച ആദരവായ പ്രവാചകന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും ഒരു മാസത്തിൽ 3 നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ മിൻകുല്ലി ശഹീരിന സൗമുദ്ദിഹിരി കുല്ലിഹി, മാസം മുഴുവനും നോമ്പ് പിടിച്ചതുപോലെയാണ്. 3 ദിവസം, മാസത്തിൽ 3 ദിവസം നോമ്പ് പിടിച്ചാൽ ഒരു മാസം മുഴുവനും നോമ്പ് പിടിച്ചതുപോലെയാണ്. കാരണം എന്താണ്? ഒരു നോമ്പിന് ഒരു പുണ്യത്തിനുള്ള എത്ര പ്രതിഫലം തരുന്നത്? 10. ഒന്നിന് 10 ആണ് എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഒരു നോമ്പ് പിടിച്ചാൽ 10 നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു തരും. അങ്ങനെ 3 നോമ്പ് പിടിക്കുമ്പോഴോ 30 നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു തരുന്നു. അങ്ങനെ വരുമ്പോൾ 3 ദിവസത്തെ നോമ്പ് കൊണ്ട് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ കൂലി അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഇത് പറയുമ്പോ നമ്മുടെ മനസ്സിലും വരും, അല്ലാഹുവേ നമുക്ക് അങ്ങനെയല്ല, ആരോഗ്യം തന്നനുസരിച്ച് കൂടുതൽ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടല്ലോ. അതിനേക്കാളും കഴിവുള്ളവരുണ്ട്. മാസത്തിൽ 3 നോമ്പല്ല, അധികം പിടിക്കാനുള്ള ആരോഗ്യമുള്ളവരുണ്ടാകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് അതിനേക്കാളും ആരോഗ്യമുണ്ട്, 3 നോമ്പിലാക്കണ്ട, എനിക്ക് അല്പം കൂടെ പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്താ വേണ്ടത്? ആ സമയം റസൂലുള്ളാഹി പറയുകയാണ്, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു അംറേ, സുമ്മ ഫളല സൗമി സൗമ ദാവൂദ്, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നോമ്പ് നീ ഒന്ന് പിടിക്കുമോ? ദാവൂദ് നബിയുടെ നോമ്പ് നീ ഒന്ന് പിടിക്കുമോ? ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നോമ്പ് എങ്ങനെയാണ്? സിയാമു യൗമിൻ വ ഇഫ്താറു യൗം, സിയാമു യൗമിൻ വ ഇഫ്താറു യൗം. ഒരു ദിവസം നോമ്പാണെങ്കിൽ പിറ്റേന്ന് നോമ്പില്ല, 3-നും നോമ്പാണ്, 4-നും നോമ്പില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ദാവൂദ് നബിയുടെ നോമ്പ് പിടിച്ചോ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നോമ്പ് പിടിക്കണ്ട. പക്ഷെ സുന്നത്തായ നോമ്പുകൾ പിടിക്കുമ്പോ അവന് പാവപ്പെട്ടവന്റെ വിശപ്പറിയുകയാ, പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വിളിയാളം അറിയുകയാണ്. ഇന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേറിക്കിടക്കാടമില്ലാതെ ഇന്ന് ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരകളിൽ കിടക്കുന്ന പാവപ്പെട്ട 100 കണക്കിന് സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ, അല്ലാഹുവേ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള വകയില്ലാതെ ഇന്ന് പാവപ്പെട്ടവന് വിഷം മുട്ടിയ വയറുമായിട്ട് തന്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെയുമായി നടക്കുമ്പോ ഓർക്കണേ ചെറുപ്പക്കാരാ, വയറിളച്ച് ഭക്ഷണം കഴിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവന്റെ വിശപ്പറിയില്ല, പാവപ്പെട്ടവന്റെ വയറിന്റെ വെപ്രാളം അവനിക്കറിയില്ല, അവന് പാവപ്പെട്ടവന്റെ വേദനകൾ അറിയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ വെറുതെ ഇബാദത്തുകൾ ചെയ്ത് നിസ്കരിച്ച് നോമ്പ് പിടിച്ചിട്ടങ്ങ് ചെന്നാൽ സ്വർഗം തരൂല. ജനങ്ങളോടുള്ള ബാധ്യതകൾ കൂടി നിറവേറ്റുമ്പോഴാണ് പടച്ചോ നമ്മളെ പരിഹരിക്കുന്നത്. അള്ളാഹു നമ്മളെ പരിഹരിക്കുന്നതും പരിഗണിക്കുന്നതും, അള്ളാഹു നമ്മളെ സ്വീകരിക്കുന്നതും നമ്മെ സംശുദ്ധീകരിക്കുന്നതും പടപ്പുകളോടുള്ള ബാധ്യതകൾ നിറവേറ്റുമ്പോഴാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, നിനക്ക് അള്ളാഹുവോട് മാത്രമല്ല നിന്റെ ഭാര്യയോട് കടമയുണ്ട്, നിന്നെ കാണാൻ വരുന്നവരോട് കടമയുണ്ട്, നിന്റെ കണ്ണിനോട് കടമയുണ്ട്, നിന്റെ ശരീരത്തോടൊരു ബാധ്യത നിനക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നോമ്പ് ഫുൾ ടൈം നോമ്പ് പിടിച്ചിട്ട് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കണ്ട. മറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അങ്ങേയറ്റം പിടിക്കേണ്ടി വന്നാൽ ഒരു ദിവസം നോമ്പ്, പിറ്റേ ദിവസം നോമ്പ് വിടുക, 3-ന് നോമ്പ് പിടിക്കുക, 4-ന് നോമ്പ് വിടുക. ഏറ്റവും അഫ്ളലായ നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഒരൊറ്റ സഹാബിയും എഴുന്നേറ്റില്ല. കൂട്ടത്തിൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്കിന്ന് നോമ്പുണ്ട് നബിയെ, ഞാനിന്ന് നോമ്പുകാരനായി വന്നിരിക്കുന്നു. ചുരുക്കി പറയട്ടെ, രണ്ടാമത് റസൂലുള്ള ചോദിക്കുകയാണ്, ഞാൻ ചുരുക്കി പറയുകയാ, രണ്ടാമത് റസൂലുള്ള പറയുകയാണ്, സഹാബാ ഹൽ അഹദും മിൻകുമുൽ യൗമ ആദ മരീലാ,
നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് രോഗസന്ദർശനം നടത്തിയോ? ആരെങ്കിലും ഇന്ന് രോഗസന്ദർശനം നടത്തിയിട്ടാണോ ഇങ്ങോട്ട് കടന്നു വന്നത്? ചോദിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസത്തിന്റെ അവസാനത്തെ നമസ്കാരമായ ഇശാഇനല്ല, അതിനു മുമ്പുള്ള മഗ്രിബിന്റെതല്ല, സായാഹ്ന നമസ്കാരമായ അസറിന്റെതല്ല, അതല്ലെങ്കിൽ മധ്യാഹ്ന നമസ്കാരമായ ളുഹറിന്റെതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത് പ്രഭാത നമസ്കാരത്തിന് ശേഷമാണ്. ഇന്ന് നിങ്ങളിൽ ആരാണ് രോഗസന്ദർശനം നടത്തിയത്? ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് സഹാബത്ത് പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തെ നേരിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എങ്ങനെയാ രോഗസന്ദർശനം നടത്താൻ കഴിയുക? നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ഞങ്ങൾ വന്നല്ലേ ഉള്ളൂ. സുബഹി നിസ്കാരത്തിന്റെ ബാങ്ക് കാങ്കോല ജുമഅത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മുഴങ്ങി കേൾക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എഴുന്നേറ്റുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ചോദിക്കുകയാണ്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങളിൽ ആരാണ് രോഗസന്ദർശനം നടത്തിയതെന്ന് ചോദിച്ചാ, ഇന്ന് നിങ്ങൾ ആരാണ് രോഗസന്ദർശനം നടത്തിയിട്ട് കടന്നു വന്നതെന്ന് ചോദിച്ചാ, നിങ്ങൾ ചിന്തിക്കും, എന്തേ തങ്ങക്കെന്ത് പറ്റിപ്പോയി? സുബഹിന്റെ സമയമാകുമ്പോഴല്ലേ ഉറക്കമെഴുന്നേൽക്കുക? പള്ളിയിലോട്ട് വന്നിട്ടല്ലേ ചോദിക്കേണ്ടത്? ളുഹറിന് ചോദിച്ചാൽ നീതിയാണ്, അസറിന് ചോദിച്ചാൽ ശരിയായ നടപടിയാണ്. പക്ഷെ സുബഹി നിസ്കാരത്തിന് കടന്നു വന്ന സഹാബത്തിനോട് ആദരവായ പ്രവാചകന് ചോദിക്കുകയാണ്, ഹൽ അഹദും മിൻകുൽ യൗമ ആദ മരീളോ, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും രോഗസന്ദർശനം നടത്തിയിട്ടാണോ വന്നതെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാ. എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, നബിയേ, നബിയേ, അനയാ റസൂലല്ലാഹ്, ഞാനിന്നൊരു രോഗസന്ദർശനം നടത്തിയിട്ടാണ് വന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്റെ സഹോദരൻ രോഗിയായി കിടക്കുകയാണ്. എഴുന്നേക്കാൻ കഴിയാത്ത രീതിയിൽ വീട്ടിൽ കിടക്കുമ്പോ ഞാൻ സുബഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലോട്ട് കടന്നു വരുന്ന സമയത്ത് മദീനത്തുൻ നബവിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മുത്തുനബിയോട് പ്രിയപ്പെട്ട സഹോദരൻ പറയുകയാ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ വീട്ടിൽ ചെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഞാൻ കണ്ടിട്ട് വരുന്നു നബിയേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് സുഖമില്ലാതെ കിടക്കുകയാ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ സഹാബത്തിന് അത്ഭുതമായി. അവര് പറഞ്ഞു, അല്ലാഹുവേ, ഇന്നും അബൂബക്കറിനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ, ഈ വിഷയത്തിൽ പോലും സിദ്ദീഖിനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ. സാധിക്കില്ല പ്രിയപ്പെട്ടവരെ, സാധിക്കില്ല. നേരം വെളുത്ത സുബഹി നമസ്കാരത്തിന് പള്ളിയിലോട്ട് വരുമ്പോ നോമ്പുകാരനായി കടന്നു വന്ന, അതുപോലെ തന്നെ നോമ്പ് പിടിച്ചതിന് മാത്രമല്ല സുബഹി നമസ്കാരത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ രോഗസന്ദർശനം നടത്തിയിട്ട് വന്ന ഒരേ ഒരു വ്യക്തിയാരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രോഗസന്ദർശനം നടത്തിയിട്ട് വരികയാണ്. ഒന്ന് ആലോചിച്ചേ, നമ്മുടെ നാടുകളിൽ എത്രയോ രോഗികൾ ഇന്നും എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുന്ന കിടക്കയിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്ന എത്രയോ രോഗികൾ. ഞാൻ ഓർത്തുപോകുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ ഒരു പ്രദേശത്ത് പ്രസംഗത്തിന് പോകുമ്പോൾ സംഘാടകർ പറഞ്ഞു, ഉസ്താദേ, ഇവിടെ ഒരു രോഗിയുണ്ട്, നമുക്കൊന്ന് കയറി കണ്ടിട്ട് പോകാം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. ആ സന്ദർഭത്തിൽ ആ രോഗിയെ കാണാൻ വേണ്ടി കയറുമ്പോൾ 30 വയസ്സ് പ്രായമുള്ള സഹോദരനാണ്. 30 വയസ്സ് പ്രായമുള്ള സഹോദരന്റെ കഴുത്തിന് താഴോട്ട് മുഴുവനും തളർന്നു കിടക്കുകയാണ്. എത്ര കൊല്ലം കൊണ്ടാണ്? 24 കൊല്ലം കൊണ്ട് തളർന്നു കിടക്കുകയാണ്. 24 വർഷം കൊണ്ട് അദ്ദേഹം നല്ല സംസാരിക്കും, നല്ല രീതിയിൽ ജനങ്ങളോട് ഇടപെടുന്നു, സംസാരത്തിന് പ്രശ്നമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കഴുത്തിന് താഴോട്ട് മുഴുവനും തളർന്നു കിടക്കുകയാണ്. എന്താ സംഭവിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. 6 വയസ്സുള്ള സമയത്ത്, അതായത് സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, ആ സമയത്ത് അദ്ദേഹം കുട്ടികളോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഓടിക്കളിക്കുന്ന പ്രായത്തില് മറിഞ്ഞ് നിലത്തു വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന പേന കഴുത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് തുളച്ചു കയറി. അങ്ങനെ ഞരമ്പിന് സാരമായ പരിക്കുപറ്റി. അന്ന് കിടപ്പിലായ സഹോദരൻ 24 കൊല്ലങ്ങൾ കൊണ്ട് ഒരേ കിടപ്പിൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന എത്രയോ രോഗികളുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, പള്ളി ഒരു ഇജാബത്ത്, ദുആക്ക് ഇജാബത്തുള്ള ഒരാളുണ്ടെന്നറിഞ്ഞാൽ
അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ സെക്കൻഡിൽ മറുപടി കൊടുക്കുന്ന ഒരാള് സയ്യിദോ അല്ലെങ്കിൽ കാര്യപ്പെട്ട ഒരു വലിയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കിലോമീറ്റർ താണ്ടിയാണെങ്കിലും നമ്മൾ അദ്ദേഹത്തെ കാണാനും ബറക്കത്തെടുക്കാനും അദ്ദേഹത്തോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനും നമ്മൾ പോകാറുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, വീടിന്റെ തൊട്ടടുത്ത് നമുക്ക് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്ന ദുആക്ക് ഇജാബത്തുള്ള ഒരാൾ കിടക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അതാരാണ്? ഞാൻ പറഞ്ഞുതരാം. എന്റെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി ചോദിച്ചു, ഇന്ന് ആരാണ് രോഗസന്ദർശനം നടത്തിയിട്ട് വന്നത്? സഹാബാത്ത് അത്ഭുതത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. കാരണം സുബഹിയായിട്ടുള്ളൂ. നമ്മുടെ പള്ളിയിലെങ്ങാനും തങ്ങൾ എഴുന്നേറ്റ് കൊണ്ട്, തങ്ങള് പിന്നെ അൽഹംദുലില്ലാ 12 കൊല്ലായി അല്ലേ? 12 കൊല്ലായി. ഒരു 11 അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞങ്ങൾ ബഹ്റൈനിൽ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ബഹ്റൈൻ കമ്മിറ്റിയുടെ സമസ്തയുടെ ഒരു പരിപാടിക്ക് പോകുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദും ഞാനും കൂടി എയർപോർട്ടിൽ വെച്ച് തമ്മിൽ കണ്ടു, പരിചയപ്പെട്ടു. അപ്പൊ നമ്മൾ രണ്ടും പോകേണ്ട ഒരു സ്ഥലത്തേക്കാണ്. അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. തങ്ങള് സുബഹി നിസ്കാരത്തിന് വേണ്ടി വന്ന നിങ്ങളോട് ചോദിക്കാൻ, ഇന്ന് ആരാ രോഗസന്ദർശനം നടത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഉസ്താദ്, ഈ പട്ടാപ്പകല് സുബഹി നിസ്കാരത്തിന് മുമ്പ് ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും രോഗികളെ കാണാൻ വേണ്ടി ചെന്നാൽ ആളുകൾ തെറ്റിദ്ധരിക്കൂലേ? പാതിരാത്രി കഴിഞ്ഞിട്ട് നമ്മൾ സുബഹിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് രോഗിയെ കാണാമെന്ന് പറഞ്ഞാൽ ആളുകൾ അടിച്ചോടിക്കും അല്ലേ? റസൂലുള്ളാഹി ചോദിച്ചു, ആരെങ്കിലും സുബഹി നിസ്കാരത്തിന് വരുമ്പോ രോഗസന്ദർശനം നടത്തിയിട്ട് വന്നവരുണ്ടോ? ഇതിന്റെ പ്രതിഫലം ഒറ്റ വാക്കിൽ റസൂലുള്ളാഹി പറഞ്ഞു. ഇതിന്റെ ക്ലൈമാക്സ് ഏറ്റവും ഒടുവിലാണ്. ആ സമയത്ത് സഹാബാക്കളിൽ ഒരേ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് രോഗിയാണ്, ഞാൻ പോയി കണ്ടു, അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ വന്നത്. നാളെ പടച്ചോൻ ചോദിക്കും. അള്ളാഹു സത്യം, നിസ്കാരവും നോമ്പും കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതി പോയവരെ ഹജ്ജ് കൊണ്ടും അതുപോലെ തന്നെ തസ്ബീഹും തഹ്ലീലും ളുഹായും തഹജ്ജുദും കൊണ്ട് അള്ളാഹുവിന്റെ സുഖലോലുപ സ്വർഗ്ഗം കൈകൊണ്ട് തൊട്ടാലെ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗ്ഗം കരസ്ഥമാക്കാനുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചെറുപ്പക്കാര് സഹോദരിമാരെ മനസ്സിലാക്കിക്കോളി. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അള്ളാഹ് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്. എടാ, നീ നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, ഹജ്ജിനൊക്കെ പോയി, ധാരാളം ഹജ്ജ് ചെയ്തു, ഒക്കെ ശരിയാ, പക്ഷെ ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ നീ എന്നെ ഒന്ന് നോക്കിയോ? ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ നീ എനിക്കൊരു മരുന്ന് വാങ്ങിത്തരാനോ, എന്റെ അടുത്ത് വന്ന് എന്റെ രോഗവിവരങ്ങളൊന്ന് ചോദിക്കാനോ, ഞാൻ പട്ടിണി കിടന്നപ്പോ ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് കൊണ്ട് തരാനോ, ഞാൻ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടപ്പോ നിനക്ക് കുറച്ച് വെള്ളം കൊണ്ട് തരാനോ നിനക്ക് മനസ്സ് വന്നോ? ആ സമയത്ത് ഇന്ന് നമുക്ക് ഉണ്ടാകുന്ന അത്ഭുതം അന്നും ഉണ്ടാകും. നമ്മൾ ചോദിക്കും, അല്ലാഹുവേ, നീ റബ്ബുൽ ആലമീനല്ലേ, നിനക്ക് വെള്ളമോ, നിനക്ക് ഭക്ഷണമോ, നിനക്ക് രോഗമോ, എന്തായി പറയുന്നത്? ആ സമയത്ത് അല്ലാഹു തിരിച്ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ ഒരു അടിമ, നിന്റെ ഒരു സഹോദരൻ നിന്റെ വീടിന്റെ അപ്പുറത്ത് രോഗം പിടിപെട്ട് കിടക്കുമ്പോ നീ അവനെ ഒന്ന് ചെന്ന് കണ്ടിരുന്നോ? അവനെ ഒന്ന് ചെന്ന് കണ്ടിട്ട് അവനോട് അവന്റെ രോഗവിവരങ്ങളെ പറ്റി ചോദിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ എത്തിക്കാൻ കഴിയുമായിരുന്നു. നാളെ റബ്ബ് ചോദിക്കുന്നതാ. നിസ്കാരം കണക്കിനധികമായി, നോമ്പ് എണ്ണമില്ല, ഹജ്ജിനാണെങ്കിലോ ഒരു കണക്കുമില്ല, ഉംറ എണ്ണിയ തീരൂല. ഇതെല്ലാം കൂടെ നമ്മൾ നേരെ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞ് റെഡിയായി കരുതി ശരിയായി നമ്മൾ സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോ അള്ളാഹ് ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ നീ എന്നെ എന്നോ നോക്കാത്തത്? അള്ളാഹുവേ, നീ സുഖമില്ലാതാകൂലെന്നല്ലേ പള്ളിയിലെ മൊയ്ലാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത്? ശരിയാണ്, പക്ഷെ ഇന്ന സഹോദരൻ രോഗിയായി കിടന്നപ്പോൾ അവനെ ഒന്ന് സന്ദർശിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടായോ? ഇല്ലല്ലോ. അങ്ങനെ നീ അവനല്ല, നീ അവനെ കണ്ടിരുന്നെങ്കിൽ, അവന്റെ അടുക്കൽ ഒന്ന് പോയിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ എത്തിക്കാൻ കഴിയുമായിരുന്നെന്ന് പറഞ്ഞ് റബ്ബ് ചോദിക്കുമ്പോ കൈകെട്ടി നിൽക്കാൻ പാടില്ല. നമുക്ക് പറയണം, അല്ലാ, ഇന്ന സഹോദരങ്ങളെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് രോഗികൾ എവിടെയുണ്ടോ അവിടെ ചെല്ല്. ഏതെങ്കിലും ഒരു രോഗസന്ദർശനത്തിന് വേണ്ടി ഒരാളെ നടന്നു പോയാൽ വാനലോകത്തുള്ള മാലാഖമാര് വിളിച്ചു പറയുകയാ, ലോകത്തുള്ള ആത്മാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരിവാരം പോലെ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മാലാഖ സമൂഹത്തിൽ നിന്ന് മാലാഖമാര് വിളിച്ചു പറയുകയാണ്, നാദാ മുനാദിൻ ഫിസ്സമാ,
ആകാശ ലോകത്ത് നിന്ന് മലക്കുകളെ വിളിച്ചു പറയുകയാണ്, എടോ നിന്റെ നടത്തം ഫലപ്രദമായി, നിന്റെ നടത്തം ഫലപ്രദമായി. നിസ്കാരത്തിലേക്ക് പോകുന്നവനെ ഇത് വിളിച്ചു പറയൂല, മലക്കുകളെ വിളിച്ചു പറയൂല. ഹജ്ജിന് വേണ്ടി പോകുന്നവനെ തവാഫ് ചെയ്യുമ്പോ മലക്കുകളെ വിളിച്ചു പറയൂല. സഈ ചെയ്യുന്നവനെ മലക്കുകളെ വിളിച്ചു പറയൂല. വഅള കേൾക്കാൻ വരുന്നവരെ നടത്തം കണ്ടിട്ട് മലക്കുകളെ വിളിച്ചു പറയൂല. പക്ഷേ തൊട്ടടുത്തുള്ള രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, നടന്നു പോകുന്ന സമയത്ത് വാനലോകത്ത് നിന്ന് മലക്കുകളെ വിളിച്ചു പറയുകയാണ്, നിന്റെ നടത്തം ഫലപ്രദമായി മോനെ, നിന്റെ നടത്തം ഫലപ്രദമായി. സ്വർഗത്തിൽ നീ ഒരു സുന്ദരമായ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുകയാണ്. ഒരു രോഗി ഒന്ന് സന്ദർശിച്ചാൽ പെങ്ങളെ അല്ല തരും നരമ്പാണ് സുലോലഭ സ്വർഗത്തിന്റെ ഒരു വെള്ള കൊട്ടാരം അല്ലാഹു തരികയാ. 2 രോഗിയെ സന്ദർശിച്ച 2 കൊട്ടാരമല്ല പണിയുകയാ. 3 രോഗികളെ സന്ദർശിച്ചാൽ 3 കൊട്ടാരമല്ല പണിയുകയാ. അങ്ങനെ രോഗ സന്ദർശന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നവര് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒറ്റമുട്ടിനാലുള്ള വെള്ളക്കൊട്ടാരമാണ്. മാത്രമല്ല റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, പ്രഭാതത്തിൽ ആരെങ്കിലും ഒന്ന് രോഗ സന്ദർശനത്തിന് പോയാ എങ്ങനെ പോകണമെന്ന് റസൂല് വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പോകേണ്ടതെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രഭാത സമയത്ത് ആരെങ്കിലും ഒരു രോഗ സന്ദർശനത്തിന് വേണ്ടി സഹോദരന്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ ആദരവായ പ്രവാചകന് പറയുന്നു, ഇല്ലാ സ്വല്ലാ അലൈഹി 70 അൽഫ മലക്കിൻ ഹത്താ യുംസിയാ. വൈകുന്നേരം വരെ 70,000 മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നിസാരമല്ല പെങ്ങളെ, നിസാരമല്ല. ദുആരക്കുന്ന പള്ളിയിലെ ഖതീബല്ല, പ്രസംഗിക്കാമെന്ന പ്രഭാഷകനല്ല, മുതഅല്ലിമീങ്ങളല്ല, സയ്യിദുമാരല്ല, പിന്നെ ആരാ? അല്ലാഹുവിന്റെ പാരാവാരം പോലെയുള്ള മാലാഖമാരെ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഏത് സമയം വരെയാണ്? വൈകുന്നേരം വരെ ദുആ ചെയ്യുന്നു. എപ്പോഴാണ്? രാവിലെ നീ ഒന്ന് രോഗ സന്ദർശനത്തിന് പോയി കഴിഞ്ഞാൽ ഇല്ല, നീ വൈകുന്നേരമാണ് രോഗ സന്ദർശനത്തിന് പോകുന്നതെങ്കിലോ റസൂലുള്ള പറയുകയാണ്, ഇല്ലാ സ്വല്ലാ അലൈഹി ഹത്താ യുസ്ബിഹാ. നേരം വെളുക്കുന്നത് വരെ മാലാഖമാരെ നിനക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയാണ്. എന്തേ പ്രിയപ്പെട്ടവരെ ഈ അനുഗ്രഹീതമായ പ്രതിഫലം നമുക്ക് വേണ്ടെന്ന് വെച്ചത്? എന്തേ പഠിക്കാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ? ആരോ രോഗിയാകട്ടെ, അത് അമുസ്ലിം ആകട്ടെ, അത് മുസ്ലിം ആകട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, മാനസിക പരിഗണന കൊണ്ട് രോഗസന്ദർശനം നടത്തുന്നവരെ ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, നിന്റെ മനസ്സിന്റെ കട്ടിയാണ്, നിനക്ക് മനസ്സ് കടുപ്പം പിടിച്ചുപോയി, നിന്റെ മനസ്സിന് യാതൊരലിവുമില്ല, നിന്റെ മനസ്സ് ആളുകളെ കാണുമ്പോൾ നിനക്ക് വല്ലാത്ത മുഖപ്പിന്റെ ഭാവമാറ്റമാണ്. ചിലർക്ക് മുഖത്ത് നോക്കിയിട്ട് ഒരു സലാം പറഞ്ഞാൽ തിരിച്ചൊന്ന് മറുപടി പറയാൻ അവർക്കൊരു മടിയാണ്, അല്ലേ? മുഖം കടുത്തിരിക്കാണ്. എന്താ കാര്യം? അവന്റെ ഹൃദയം കടുത്തുപോയി, അവന്റെ ഹൃദയം ഉറഞ്ഞു കിടക്കാണ്, ഉറച്ചു കിടക്കാണ്, അത് മയമാകുന്നില്ല. മഹദിയായ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വന്നിട്ട് ഒരാള് പറഞ്ഞു, അല്ലയോ മഹദി അവറുകളെ, എന്റെ മനസ്സിന് വല്ലാത്ത ഒരു കടുപ്പമാണ്, വല്ലാത്തൊരു അസ്വസ്ഥത. ആരെ കണ്ടാലും നമുക്ക് ഒന്ന് മയമായിട്ട് സംസാരിക്കാൻ. എന്റെ ഇസ്ലാം പഠിപ്പിച്ചത്, ഒരു സഹോദരനെ കണ്ടാൽ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്ക്, ഒരു നല്ല വാക്ക് പറയും, അത് സ്വതക്കത്തുൻ ജാരിയയാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. നിസ്സാര കൂലിയല്ല. അപ്പോ ഒരാളെ മുഖത്ത് നോക്കുമ്പോ ചിരി വരാതെ, ഏത് പാർട്ടിക്കാരനോ ആവട്ടെ, ഏത് സംഘടനക്കാരനോ ആകട്ടെ, ഏത് മതക്കാരനോ ആകട്ടെ, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിക്കാനുള്ള മനസ്സ് നിനക്കില്ലാതെ പോയാൽ അത് നിന്റെ മനസ്സിന്റെ കാഠിന്യമാണ്. നിന്റെ മനസ്സ് കടുത്തുപോയിരിക്കുകയാണ് പാറകളെക്കാൾ. ഉമ്മു ദർദാന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, എന്റെ മനസ്സിന് വല്ലാത്ത ഒരു കുടിസമായി പോയി, വല്ലാത്ത കുടിസായി പോയി, എന്ത് ചെയ്യണം? ആ സമയത്ത് ഉമർ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിയ അഅ്ലമു ദാ, പൊന്നുമോനെ, ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് ക്യാൻസർ അല്ല, ലോകത്തെ ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് ബ്രെയിൻ ട്യൂമർ അല്ല, ഏറ്റവും വലിയ രോഗം നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യതയാണ് എന്ന് ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറഞ്ഞു, മാറ്റിത്തരാം, ഞാനത് മാറ്റിത്തരാം, ഞാൻ പറയും പോലെ ഒന്ന് ചെയ്താൽ മതി. ലോകത്ത് തീവ്രവാദത്തിന്റെ പിന്നാലെ പോകുമ്പോ
വർഗീയതയുടെ പിന്നാലെ നടക്കുമ്പോൾ ഒരു നിമിഷം മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്ക്, ഒരു നിമിഷം RCCയിൽ ഒന്ന് പോയി നോക്ക്. ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ MPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തിരുവനന്തപുരത്തെ CH സെന്ററിൽ ദിവസം പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇടയ്ക്കൊരു ദിവസം കണ്ടപ്പോൾ അവിടെ ഒന്ന് പോകണം, റമദാനിൽ പോയി അരമണിക്കൂർ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ എന്റെ 8-9 കൊല്ലത്തെ പ്രഭാഷണ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ വേദനയോടെ പ്രസംഗിച്ച അരമണിക്കൂർ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ 500 വരുന്ന സഹോദരിമാരെ സഹോദരങ്ങളും അടങ്ങുന്ന സദസ്, ചില ആളുകൾ മൂക്കിക്കൂടെ ട്യൂബിട്ടിരിക്കുന്നു, ചില ആളുകൾ കഴുത്തിലൂടെ ട്യൂബിട്ടിരിക്കുന്നു, ചില ആളുകൾക്ക് ഇരുത്തം വരാതെ എഴുന്നേറ്റ് ഓടുകയാണ്, വീണ്ടും പുറത്തിറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. കാര്യം എന്താണ്? അസഹ്യമായ വേദന. ക്യാൻസർ പേഷ്യന്റിന്റെ മുമ്പിൽ അരമണിക്കൂർ സംസാരിക്കാൻ കിട്ടിയ അവസരം എന്റെ പ്രിയപ്പെട്ടവരെ വേദനയോടെ ഞാൻ ഒന്നും ഓർക്കുകയാണ്. 2 വയസ്സ് മാത്രമുള്ള ഒരു പൊന്നുമോനെ തോളത്തിട്ടുകൊണ്ട് ഒരു പിതാവ് എന്റെ നാട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സഹോദരനാ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ ഇന്ന നാട്ടുകാരനാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അസുഖം? അയാൾ പറഞ്ഞു, എനിക്ക് അസുഖമില്ല. ഈ തോളത്ത് കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന 2 വയസ്സുകാരനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, എന്റെ മകന് കണ്ണിന് ക്യാൻസർ ആണ്, 2 കണ്ണിന് ക്യാൻസർ ബാധിച്ചിട്ട് ആ 2 കണ്ണും ഡോക്ടർമാർ പറഞ്ഞു എടുത്ത് കളയണം, റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കാൻ. 2 വയസ്സുള്ള കുഞ്ഞിന്റെ 2 കണ്ണും എടുത്ത് കളയണമെന്ന് ഡോക്ടർമാർ പറയുന്ന അവസ്ഥയിൽ ഇന്ന് രോഗികൾ കൂടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചെന്നൊന്ന് കണ്ടു നോക്ക്. ഹൈന്ദവന്റെ അടുക്കൽ ക്രൈസ്തവൻ കിടക്കുന്നു, ക്രൈസ്തവന്റെ അടുക്കൽ മുസ്ലിം കിടക്കുന്നു. ക്രൈസ്തവനും ഹൈന്ദവനും മുസൽമാനും കണ്ണുകൾ നഷ്ടപ്പെട്ട് ക്യാൻസർ അടിമപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോൾ എല്ലാവരുടെയും വേദന ഒന്ന് തന്നെ, അവരുടെ ശരീരത്തിൽ നിന്നൊടുകുന്ന ചുടുനീണം ഒന്ന് തന്നെ, അവർക്കുണ്ടാകുന്ന വെപ്രാളവും കുടുംബത്തിനുണ്ടാകുന്ന അങ്കലാപ്പും എല്ലാം ഒരുപോലെ തന്നെയാണ്. എന്തിന് പ്രിയപ്പെട്ടവര് നമ്മൾ വർഗീയതയുടെ പേരില് പരസ്പരം ഭിന്നിക്കണം, പരസ്പരം എന്തിന് പോരടിക്കണം? മനുഷ്യരുടെ ബുദ്ധിമുട്ട് വന്നാൽ അവരനുഭവിക്കുന്ന വേദനകൾ ഒന്ന് തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഹൃദയത്തിന് ആർക്കെങ്കിലും കടുപ്പം വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ ഒന്ന് രോഗികളെ ഒന്ന് സന്ദർശിക്കുമോ? തലച്ചോറ് പഴുപ്പിട്ട് തലയോട്ടി പഴുത്തിട്ട് അതുപോലെ നാസ്വാദ്വാരത്തിലൂടെ ട്യൂബിട്ട് കഴിക്കുന്നതായ സഹോദരങ്ങളെ നീ ഒന്ന് കാണുമോ? നീ ഒന്ന് കാണുമോ? ഒന്നും കഴിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ തൊണ്ടക്കുടിയിലൂടെ ട്യൂബിട്ടിരിക്കുന്ന സഹോദരനെ ഒന്ന് കാണുമോ? പ്രിയപ്പെട്ടവരെ, 5 വയസ്സുകാരനായ പാവപ്പെട്ട ഒരു സഹോദരന് പനി ബാധിച്ചിട്ട് ആ പൊന്നുമോൻ ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ നടത്തിയ പൊന്നുമോൻ ഇപ്പൊ സംഭവിക്കുന്നത് എന്തെന്നറിയുമോ? മലദ്വാരത്തിലൂടെ മലം പുറത്തു പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂത്രദ്വാരത്തിലൂടെ മൂത്രവും പോകുന്നില്ല. ആ പൊന്നുമോനെ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തൂടെ രണ്ടും കൂടെ കലർന്നിട്ട് ഒരുമിച്ച് പോവുകയാണ്. ഡോക്ടർമാര് തന്നെ അത്ഭുതപ്പെടുകയാണ്, വൈദ്യശാസ്ത്രം പരാജയപ്പെടുകയാണ്. ഇന്ന് എത്രയോ 100 കണക്കിന് രോഗികൾ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോ സുബ്ഹാനല്ലാഹ്, മഹദിയായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒടിൽ മരീൽ, നീ ഒന്ന് രോഗിയെ സന്ദർശിക്കുമോന്? നിന്റെ രോഗം മാറുന്നതാണ് മനസ്സിനെ പിടികൂടിയിരിക്കുന്ന മനസ്സിന്റെ കടുപ്പമെന്ന രോഗം നിനക്ക് മാറിക്കിട്ടുന്നതാണ്. രണ്ടാമത് മഹദി പറയുകയാണ്, ബശീൽ ജനാസ, മയ്യത്തിനെ നീ ഒന്ന് അനുഗമിക്കുമോ? മൂന്നാമത് പറയുന്നു, ഇടക്കിടക്കൊക്കെ നീ ഒന്ന് ഖബറിന്റെ അടുക്കൽ ചെല്ലുമോ? ഒന്ന് സിയാറത്തിന് പോകുമോ? സിയാറത്തെന്തോ മഹാപാതകമായി കാണേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, മരണത്തെ ഓർക്കാനും ശ്മശാനത്തിന്റെ അടുക്കൽ ചെല്ല്, ഒന്ന് ഖബറിന്റെ ചുവട്ടിൽ ചെല്ലണ്ട. പ്രിയപ്പെട്ടവര്, 3 വെള്ള തുണികൾ പൊതിഞ്ഞ് 3 കെട്ടും കെട്ടികെട്ട് 6 കാലുള്ള കട്ടിലെടുത്ത് കിടത്തി പള്ളിക്കാട്ടിൽ 6 മണ്ണിലേക്ക് ഇറക്കി വെച്ച് 10 പലക നിരട്ടിക്കിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് 2 മീസാകല്ലും നാട്ടിക്കിട്ട് പിരിഞ്ഞു പോകുമ്പോ ആ ഖബറിന്റെ പുറത്ത് നാട്ടിയിരിക്കുന്ന മൈലാഞ്ചി ചെടികൾക്ക് കഥ പറയാനുണ്ട്. പെങ്ങളെ, നിന്റെ കയ്യിൽ ചുവപ്പിക്കാനുള്ളത് മാത്രമല്ല മോളെ മൈലാഞ്ചി ചെടി, നിന്റെ രക്തം കൊണ്ട് ചെഞ്ചായമണിയുന്ന മൈലാഞ്ചി ചെടിയാ. നിന്റെ ഖബറിന്റെ പുറപ്പ് നാട്ടിയിരിക്കുന്ന മൈലാഞ്ചി ചെടിക്കറിയാ. അതിന്റെ ചാരത്ത് കെട്ടിയിരിക്കുന്ന മൃഗങ്ങളോട് ചോദിച്ചാലറിയാ. അല്ലാഹുവേ, ഖബറിന്റെ ഉള്ളറകളിൽ നടക്കുന്ന ഭീകരതകൾ എന്താണെന്നറിയാ. ഓർത്തോ പെങ്ങളെ,
നിന്റെ മനസ്സിന്റെ കടുപ്പം മാറണോ? മറ്റുള്ളവരെ കാണുമ്പോഴുള്ള നിന്റെ മനസ്സിന്റെ പ്രത്യേകമായ വർഗീയത മാറണോ? റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സഹാബിയത്തായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നീ ഒന്ന് രോഗസന്ദർശനം നടത്ത്, നീ ഒന്ന് ജനാസ അനുഗമിക്ക്, നീ ഒന്ന് ഖബർസ്ഥാനിലൊന്ന് ചെല്ലുമോനെ, നിന്റെ മനസ്സിന്റെ കടുപ്പം മാറുമെന്ന് മഹദി ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയുകയാണ്. കുറെ നാൾ കഴിഞ്ഞു, ഈ മനുഷ്യൻ തിരിച്ചു വന്നു എന്നാണ്. തിരിച്ചു വന്നിട്ട് മഹദിയോട് പറഞ്ഞു, ജസാകില്ലാഹു ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഖൈർ വരുത്തട്ടെ, എന്റെ മനസ്സിന്റെ കടുപ്പം മാറി എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അദ്ദേഹം രോഗസന്ദർശനം നടത്താൻ തുടങ്ങി. നമ്മുടെ ആരോഗ്യം മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ചിന്തിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്വാസം വലിച്ചുവിടുന്നു, വെള്ളമടിക്കുന്നവൻ കുപ്പി പൊട്ടിക്കുമ്പോഴും, വ്യഭിചാരശാലയിലേക്ക് നടന്നു പോകുന്നവനും പലിശയുടെ പണം എണ്ണുമ്പോഴും അവന്റെ ശ്വാസം അവൻ വലിച്ചുവിടുന്നു. ഈ ശ്വാസം ഒന്ന് നിലച്ചുപോയാൽ ഒരു ഓക്സിജൻ കുറ്റിയുടെ വില മെഡിക്കൽ കോളേജിൽ 6000 രൂപയാണ്. 6000 രൂപ കുറ്റി തീർന്ന അടുത്ത വാങ്ങണം, 6000 മുടക്കണം. അപ്പൊ നമ്മൾ എത്ര ലക്ഷക്കണക്കിന് രൂപ റബ്ബിന് കൊടുത്താൽ മതിയാകും എന്റെ പ്രിയപ്പെട്ടവരെ? അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളുടെ കട, ആ അനുഗ്രഹങ്ങൾക്ക് കണക്ക് പറയാൻ പറ്റില്ല, അത്രത്തോളം അനുഗ്രഹം അള്ളാഹു നമുക്ക് തന്നിരിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നമ്മുടെ മനസ്സിന്റെ കടുപ്പം മാറാൻ നമുക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഒരു രോഗ സന്ദർശനം. ഒന്ന് രോഗികളെ കാണ്, എത്ര മഹത്വമാണ് അള്ളാഹു നമുക്ക് തരിക. എങ്ങനാ പോകേണ്ടത്? ചിലര് പോയി ഇരുന്ന് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചില രോഗികളടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ചിലർ എഴുന്നേറ്റ് പോകൂല. അവർക്ക് പല അസ്വസ്ഥതകൾ ഉണ്ടാകും, അവർക്ക് ഗുളിക കഴിക്കാനുണ്ടാകും, മരുന്ന് കഴിക്കാനുണ്ടാകും. ചിലപ്പോ കിടക്കുന്ന കിടക്കയിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ട് അങ്ങനെ കിടക്കായിരിക്കും. നമ്മൾ ഇരിക്കുമ്പോ എങ്ങനെ ഒന്ന് എഴുന്നേക്കുക എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിലായിരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അഫ്ളലുൽ ഇയാദത്തി സുറഅത്തുൽ ഖിയാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏറ്റവും നല്ല രോഗസന്ദർശനം എന്ന് പറഞ്ഞാൽ ചെല്ലുക, അവന്റെ നെറ്റിയിൽ കൈവച്ചിട്ട് സുഖമുണ്ടോ എന്ന് അന്വേഷിക്കുക, ഉടനെ സ്ഥലം കാലിയാക്കുക. അവിടെ ചെന്നിരുന്നിട്ട് നേരം വെളുത്ത് അവിടെ പോയിരുന്ന് ഇല്ലാത്തവരുടെ കഥ പറഞ്ഞ് രോഗികൾക്ക് തൗബ ചെയ്യാനാ പ്രേരിപ്പിക്കേണ്ടത്. ഇല്ലാത്ത ഫസാദ് മുഴുവനും പറഞ്ഞ് പരദൂഷണവും പറഞ്ഞു കൊടുത്ത് അവിടെ ഇരുന്ന് രോഗിയായി കിടക്കുന്നവനും മരണത്തിന്റെ ചക്രശ്വാസം വലിച്ചു കിടക്കുന്നവന്റെ മുമ്പിൽ ചെന്ന് മറ്റുള്ളവരുടെ ഗീബത്ത് പറഞ്ഞ് കാതിന് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് ഞാനും നിങ്ങളും അവിടെ നിന്ന് സക്കറാത്ത് ആ ഹാലളക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകുന്നു. ഇത് തെറ്റാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അഫ്ളലുൽ ഇയാദത്തി സുറഅത്തുൽ ഖിയാമി നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ല രോഗ സന്ദർശനം എന്ന് പറയുന്നത് ചെല്ലുക, രോഗവിവരങ്ങൾ അന്വേഷിക്കുക, പിന്നെന്താ വേണ്ടെന്ന് പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ചെന്നാൽ നീ അങ്ങോട്ട് പല സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കാറുണ്ട്. രോഗിയാണെങ്കിൽ നമ്മൾ അന്വേഷിച്ചിട്ട് എന്താ കഴിക്കുക, നമ്മളത് വാങ്ങിക്കൊണ്ട് കൊടുക്കും. പക്ഷെ അത് പോരാ, ഇങ്ങോട്ടൊരു സാധനം കൂടെ വാങ്ങണം. അതേതാണ്? രോഗ സന്ദർശനം നടത്തിയിട്ട് നമ്മൾ സാധാരണ 3-4 കിറ്റൊക്കെ വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചു പോകലല്ല. അയാൾ ഇന്നൊരു സാധനം നമ്മൾ ഇങ്ങോട്ട് വാങ്ങണം. അതേതാ?